ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് മോഡൽ വേർബ്സ് പ്ലസ് ബി പ്ലസ് വേർബിൻ്റെ ING ഫോം. ഷുഡ് ബി പ്ലസ് വേർബിൻ്റെ ING ഫോം, കുഡ് ബി പ്ലസ് വേർബിൻ്റെ ING ഫോം, വുഡ് ബി പ്ലസ് വേർബിൻ്റെ ING ഫോം, പിന്നെ മേ ആൻഡ് മൈറ്റ് പ്ലസ് ബി പ്ലസ് വേർബിൻ്റെ ING ഫോം. ഇത് ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. പക്ഷേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷനുമില്ല, വളരെ ഈസി ആവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് ഷുഡ് ബി പ്ലസ് ഒരു വേർബിൻ്റെ ING ഫോം ഉപയോഗിക്കുന്നത് എവിടെയാണ് എന്ന് നോക്കാം. നമുക്കറിയാം ഷുഡ് ഉപയോഗിക്കുന്നത് ഒരാളെ അഡ്വൈസ് ചെയ്യുന്നതിനാണ്. കൂടുതലായിട്ടും അഡ്വൈസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ മറ്റുള്ളവരോട് ഉപദേശിക്കുന്നത്. അത് ചെയ്യണം, അതാണ് നല്ലത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല, അങ്ങനെയൊക്കെയുള്ള നമുക്ക് തോന്നുന്നത് ആണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം പ്രയോഗങ്ങൾ ഈ ഷുഡ് ബി പ്ലസ് വേർബിൻ്റെ ING ഫോമും അത്തരത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് എക്സ്പ്രസസ് ആൻ ആക്ഷൻ ഓർ കണ്ടീഷൻ ദ സ്പീക്കർ എക്സ്പെക്ട്സ് ടു ബി ട്രൂ. സ്പീക്കർ, അതായത് പറയുന്ന ആൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് കറക്റ്റാണ്, അതാണ് ശരി എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇറ്റ് ഈസ് 3 AM, യു ഷുഡ് ബി സ്ലീപ്പിംഗ്. ഇറ്റ് ഈസ് 3 AM, ഇപ്പോൾ സമയം 3 AM ആണ്. വെളുപ്പിന് 3 AM എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഉറങ്ങുന്ന സമയമല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് 3 AM, യു ഷുഡ് ബി സ്ലീപ്പിംഗ്. ഇപ്പോൾ നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടത്, അതാണ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. യു ഷുഡ് ബി സ്ലീപ്പിംഗ്, ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. അത് ഒരു അഡ്വൈസാണ്. നമുക്ക് തോന്നുന്നു അതാണ് ശരി എന്ന് തോന്നുന്നു, അത് നമ്മൾ പറയുന്നു. അപ്പോൾ എക്സ്പെക്റ്റഡ് ആക്ടിവിറ്റി ഈ സമയത്ത് 3 AM എന്ന ആ ഒരു സമയത്ത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്താണ്? സ്ലീപ്പിംഗ് ആണ്. സ്ലീപ്പിംഗ് എന്ന് പറയുമ്പോൾ അതൊരു കണ്ടിന്യൂവസ് ആക്ഷൻ അല്ലേ, അതുകൊണ്ടാണ് സ്ലീപ്പിംഗ് എന്ന് പറയുന്നത്. വേർബിൻ്റെ ING ഫോം. യു ഷുഡ് ബി അസ്ലീപ്പ് എന്ന് പറഞ്ഞാലും അത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഈ ഒരു പ്രയോഗം എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ, അവർ ടെസ്റ്റ് ഈസ് ടുമാറോ, വി ഷുഡ് ബി സ്റ്റഡിയിങ് നോട്ട് പാർട്ടിയിങ്. നാളെ നമ്മുടെ ടെസ്റ്റാണ്, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഷുഡ് ബി സ്റ്റഡിയിങ് നോട്ട് പാർട്ടിയിങ്. ഇപ്പോൾ പാർട്ടിയൊക്കെ വെച്ച് അത് സെലിബ്രേറ്റ് ചെയ്യലല്ല ഇപ്പോൾ ആവശ്യം, അത് ആഘോഷിക്കുകയല്ല ഇപ്പോൾ ആവശ്യം. വി ഷുഡ് ബി സ്റ്റഡിയിങ്, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ എന്താണ്? സ്റ്റഡി ചെയ്യുക എന്നതാണ്. ഈ സമയത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്. അതും ഒരു കണ്ടിന്യൂവസ് ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്, അതാണ് വി ഷുഡ് ബി സ്റ്റഡിയിങ്. ഇനി അടുത്ത മോഡൽ വേർബ് കുഡ്. കുഡ് ബി പ്ലസ് വേർബിൻ്റെ ING ഫോം എവിടെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഷുഡ് ബി പ്ലസ് വേർബിൻ്റെ ING ഫോം ഉപയോഗിച്ചല്ലോ, അതെവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായി. പക്ഷേ കുഡ് ബി പ്ലസ് വേർബിൻ്റെ ING ഫോം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മീനിങ് ഒക്കെ ആകെ മാറും. ഇറ്റ് എക്സ്പ്രസസ് ആൻ ആക്ടിവിറ്റി ഓർ എ കണ്ടീഷൻ ദ സ്പീക്കർ ഫീൽസ് ഈസ് പോസിബിൾ. നമ്മൾ പറയുന്ന ആൾ വിചാരിക്കുകയാണ് അത് പോസിബിളാണ്, അത് സാധ്യമാവുന്ന ഒരു കാര്യമാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ കുഡ് ബി പ്ലസ് വേർബിൻ്റെ ING ഫോം ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ വളരെ ഈസി ആയിട്ടത് മനസ്സിലാവും. ഒരു പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ വളരെ ലോവർ ലെവൽ ഓഫ് പോസിബിലിറ്റിയാണ്, അതല്ലെങ്കിൽ അതൊരു ന്യൂട്രൽ ആണ് എന്ന് പറയാം. എക്സാമ്പിൾ പറയാം, ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ് 10 minutes ago, ബട്ട് അവർ ബോസ് ഈസിൻറ്റ് ഹിയർ. ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ് 10 minutes ago, 10 മിനിറ്റ് മുമ്പ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ബട്ട് അവർ ബോസ് ഈസ് നോട്ട് ഹിയർ, പക്ഷേ നമ്മുടെ ബോസ് ഇവിടെ ഇല്ല. ഹീ കുഡ് ബി റണ്ണിങ് ലേറ്റ്. ഹീ കുഡ് ബി റണ്ണിങ് ലേറ്റ്. നോക്കൂ, കുഡ് ബി പ്ലസ് ING ഫോം ഓഫ് റൺ. ഹീ കുഡ് ബി റണ്ണിങ് ലേറ്റ്. ഇവിടെ കുഡ് ബി പ്ലസ് ING ഫോം ഓഫ് എ വേർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹീ കുഡ് ബി റണ്ണിങ്. അവിടെ ഏത് സിറ്റുവേഷനാണ്? ഇവിടെ നമ്മളൊരു ഗെസ് ചെയ്യണം, എന്താണ് ബോസ് ഈ സമയമായിട്ടും വന്നില്ലല്ലോ. ഹീ കുഡ് ബി റണ്ണിങ് ലേറ്റ്. ഇപ്പോൾ ബോസാണ്, അപ്പോൾ ഒരുപാട് വേറെ കാര്യങ്ങളുണ്ടാവാം, പല അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടാകാം.
അപ്പോൾ ഹീ കുഡ് ബി റണ്ണിങ് ലേറ്റ്. ഇപ്പോൾ വൈകിക്കൊണ്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് വൈകി ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയില്ലേ. വൈകി ഓടിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യസമയത്തല്ലാതെ കുറച്ച് ലേറ്റായിട്ടാവും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് നമ്മളത് പറയുന്നത്. പക്ഷേ നമ്മളിവിടെ ഒരു പോസിബിലിറ്റിയാണ് പറയുന്നത്, ഒരു ന്യൂട്രൽ പോസിബിലിറ്റി. നമ്മളതിന് വലിയ ചാൻസ് ഒന്നും കൊടുക്കുന്നില്ല. അത് അങ്ങനെ തന്നെ ആവും ഒന്നും പറയുന്നില്ല. ഹീ കുഡ് ബി റണ്ണിങ് ലേറ്റ്, അങ്ങനെ ആവാൻ ഒരു സാധ്യത നമ്മൾ കാണുന്നു. പക്ഷേ അത് വളരെ ന്യൂട്രൽ ലെവലാണ്. അദ്ദേഹം ലേറ്റായിട്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാവാം ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത്. ഇവിടെ ആൾ ഇല്ല എന്നതിന് നമ്മളൊരു റീസൺ പറയുകയാണ്, നമ്മുടെ ഗസ്സിങ് ആണത്. വേറൊരു എക്സാമ്പിൾ, മൈ ഫ്രണ്ട് ഡിഡ്ന്റ് പിക്ക് അപ്പ് ദ ഫോൺ. ഷീ കുഡ് ബി കുക്കിംഗ്. എൻ്റെ ഫ്രണ്ട് ഫോൺ എടുത്തില്ല. ഡിഡ്ന്റ് പിക്ക് അപ്പ് ദ ഫോൺ എടുത്തില്ല. അപ്പോൾ നമ്മൾ ഗസ് ചെയ്യാൻ ഷീ കുഡ് ബി കുക്കിംഗ്. അത് തന്നെയാവും എന്നൊന്നും നമ്മൾ പറയുന്നതിൽ ഒരു സാധ്യത നമ്മൾ ഗസ് ചെയ്യുന്നു. ഷീ കുഡ് ബി കുക്കിംഗ്, അവൾ കുക്ക് ചെയ്യുകയായിരിക്കും. ഈ സമയത്ത് അവൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നു. അതൊരു പോസിബിലിറ്റി മാത്രമാണ്, ന്യൂട്രൽ പോസിബിലിറ്റി. അവിടെ ഒരു ലെവൽ ഓഫ് ചാൻസ് ഒന്നും നമ്മൾ പറയുന്നില്ല, അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഇവിടെയാണ് ഷുഡ് ബി പ്ലസ് വേർബ് പ്ലസ് ING ഉപയോഗിക്കുമ്പോഴും കുഡ് ബി പ്ലസ് വേർബിൻ്റെ ING ഫോം ഉപയോഗിക്കുമ്പോഴും തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരുന്നത്. ഇവിടെ പോസിബിലിറ്റിയെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ ഷുഡ് ആയിരുന്നപ്പോൾ നമ്മൾ തിങ്ക് ചെയ്യാണ് അതാണ് കറക്റ്റ് എന്ന്. അവിടെ നമ്മൾ തിങ്ക് ചെയ്യുന്നത് എന്താ, അതായിരിക്കും കറക്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് ഷുഡിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇവിടെ അതല്ല, പോസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഷുഡ് ബി പ്ലസ് വേർബിൻ്റെ ING ഫോം വെച്ച് ഈ ഒരു കുഡ് ബി പ്ലസ് വേർബിൻ്റെ ING ഫോം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ചബിൾ അല്ല. ഇനി അടുത്തത് വുഡ് പ്ലസ് ബി പ്ലസ് ING ഫോം ഓഫ് എ വേർബ്. ഇത് ഉപയോഗിക്കുന്നത് അൺറിയൽ സിറ്റുവേഷൻസിലാണ്. നമ്മൾ ഇമാജിൻ ചെയ്യുന്നതാണ്, റിയൽ ആയിട്ടുള്ള ട്രൂ സിറ്റുവേഷൻസ് അല്ല. ഇറ്റ് എക്സ്പ്രസ്സസ് ആൻ ആക്ഷൻ പ്ലാൻഡ് ഫോർ ആൻ അൺറിയൽ സിറ്റുവേഷൻ. വാട്ട് വുഡ് യു ഡു ഇഫ് എന്ന് ചോദിക്കില്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ഇമാജിൻ ചെയ്യണം അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ എന്ന് വിചാരിച്ചു. പക്ഷേ അത് സംഭവിക്കാനുള്ള കാര്യമല്ല. അൺറിയൽ സിറ്റുവേഷൻ, ഇമാജിനറി. അത് ഇമാജിൻ ചെയ്യുന്ന കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണെങ്കിൽ അവിടെയാണ് നമ്മൾ വുഡ് ബി പ്ലസ് ING ഫോം ഓഫ് എ വേർബ് ഉപയോഗിക്കേണ്ടത്. യുവർ പ്രോജക്റ്റ് ഡെഡ് ലൈൻ ഈസ് ടുമാറോ. ഐ വുഡ് ബി വർക്കിംഗ് ഹാർഡ് റൈറ്റ് നൗ ഇഫ് ഐ വർ യു. യുവർ പ്രോജക്റ്റ് ഡെഡ് ലൈൻ ഈസ് ടുമാറോ. ഐ വുഡ് ബി വർക്കിംഗ് ഹാർഡ് റൈറ്റ് നൗ ഇഫ് ഐ വർ യു. നിൻ്റെ പ്രോജക്റ്റിൻ്റെ ഡെഡ് ലൈൻ നാളെയാണ്. നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനിപ്പോൾ വല്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയം മുഴുവൻ ഇപ്പോൾ റൈറ്റ് നൗ ഇപ്പോൾ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുക? വല്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാവോ. ഇഫ് ഐ വർ യു, ഞാൻ നീയായിരുന്നെങ്കിൽ, ഞാൻ നീയാവുക എന്ന ഒരു കണ്ടീഷൻ വളരെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ഇഫ് ഐ വർ യു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഐ വുഡ് ബി വർക്കിംഗ്, അങ്ങനെ ഒരു കാര്യം സാധ്യമല്ല. എങ്കിലും നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്തുകൊണ്ട് പറയുകയാണ്. നോക്കൂ, വുഡ് ബി പ്ലസ് ING ഫോം ഓഫ് എ വേർബ്. ഐ വുഡ് ബി വർക്കിംഗ്, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഈ സമയത്ത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ഫോം. ഇത്തരം സെൻറ്റൻസുകളിൽ വളരെ കോമൺ ആയിട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ഐ വിൽ ബി വർക്കിംഗ് എന്നുപയോഗിക്കുന്നത്. അത് കറക്റ്റല്ല. ഐ വുഡ് ബി വർക്കിംഗ് എന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഷുഡ് ബി വർക്കിംഗ്, ഐ ഷുഡ് ബി വർക്കിംഗ്, നമ്മൾ പഠിച്ചല്ലോ ഷുഡിൻ്റെ ഉപയോഗം. ഷുഡ് ബി വർക്കിംഗ് എന്ന് പറഞ്ഞാലും അത് കറക്റ്റ് ആവില്ല. കാരണം അതൊരു ഉപദേശത്തിൻ്റെ രൂപത്തിൽ അതാണ് നിന്നിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നല്ലേ പറയുന്നത്. കുഡ് ബി ആണെങ്കിൽ അതൊരു പോസിബിലിറ്റിയാണ്. അങ്ങനെ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റിയെ പറ്റിയാണ് പറയുന്നത്. വുഡ് ബി പ്ലസ് ING ഫോം ഓഫ് എ വേർബ് ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഷുഡ് ബി പ്ലസ് ING ഫോമോ കുഡ് ബി പ്ലസ് ING ഫോമോ ഉപയോഗിക്കാൻ പാടില്ല. കാരണം വുഡ് ബി പ്ലസ് ING ഫോം ഓഫ് എ വേർബ് ഉപയോഗിക്കുന്നത് അൺറിയൽ സിറ്റുവേഷൻസിലാണ്, ഇമാജിനറി സിറ്റുവേഷനിലാണ്. യു ഹാഡ് എ ഫൈറ്റ് വിത്ത് യുവർ റൂംമേറ്റ്. ഇഫ് ഐ വർ യു
ഐ വുഡ് ബി ട്രൈങ് ടു ഫിക്സ് ദ റിലേഷൻഷിപ്പ്. നോക്കൂ, യു ഹാഡ് എ ഫൈറ്റ് വിത്ത് യുവർ റൂംമേറ്റ്. നിനക്ക് നിൻ്റെ റൂംമേറ്റുമായിട്ട് ഒരു ഫൈറ്റ് ഉണ്ടായി. ഞാനായിരുന്നു എങ്കിൽ, അപ്പോൾ നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എന്നാണ് പറയുന്നത്. അങ്ങനെ ആകാൻ പറ്റില്ല, എങ്കിലും അത് ഇമാജിൻ ചെയ്തുകൊണ്ട് പറയുകയാണ്. ഞാൻ എന്താ ചെയ്യുക? ഐ വുഡ് ബി ട്രൈയിങ് ടു ഫിക്സ് ദ റിലേഷൻഷിപ്പ്. ഐ വുഡ് ബി ട്രൈയിങ്, ഞാൻ ആ റിലേഷൻഷിപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടി, അത് ശരിയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയം ഞാൻ അങ്ങനെയാവും ചെയ്തുകൊണ്ടിരിക്കുക. അത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫിക്സ് ചെയ്യുക, റിലേഷൻഷിപ്പ് ഫിക്സ് ചെയ്യുക. റിലേഷൻഷിപ്പിൽ വല്ലാത്ത വിള്ളൽ സംഭവിച്ചുവെങ്കിൽ എന്താ ചെയ്യുക? അതിങ്ങനെ ഫിക്സ് ചെയ്യാവുന്നൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ്. അതുകൊണ്ടാണ് ഐ വുഡ് ബി ട്രൈയിങ് ടു ഫിക്സ് ദ റിലേഷൻഷിപ്പ്. നോക്കൂ, വുഡ് ബി പ്ലസ് ING ഫോം. ഐ വുഡ് ഫിക്സ് ദ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാലും അത് കറക്റ്റ് അല്ലേ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇവിടെ അതൊരു കണ്ടിന്യൂവസ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ്. അപ്പോൾ ഐ വുഡ് ബി ഫിക്സിങ് എന്ന് പറയുന്നതാണ് കൂടുതൽ ബെറ്റർ. പക്ഷേ ഐ വുഡ് ഫിക്സ് എന്ന് പറഞ്ഞാലും അതിൽ തെറ്റൊന്നും ഇല്ല. വേറൊരു സെൻറ്റൻസ് കൂടി നോക്കൂ. യു ഗോട്ട് എ ന്യൂ ജോബ്, കൺഗ്രാറ്റ്സ്. ഐ വുഡ് ബി സെലിബ്രേറ്റിംഗ് ഓൾ വീക്കെൻഡ് ഇഫ് ഐ വർ യു. നിനക്ക് ജോലി കിട്ടിയല്ലേ, കൺഗ്രാറ്റ്സ്. അപ്പോൾ ഞാനായിരുന്നു, നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എന്താണ്? ഇഫ് ഐ വർ യു എന്ന് പറയുന്നത് ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുക? ഐ വുഡ് ബി സെലിബ്രേറ്റിംഗ് ഓൾ വീക്കെൻഡ് മുഴുവൻ ഞാനിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാനായിരുന്നെങ്കിൽ അങ്ങനെയാവും. അതൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു സെലിബ്രേഷൻ ആയിരിക്കും. ഐ വുഡ് ബി സെലിബ്രേറ്റിംഗ് ഓൾ വീക്കെൻഡ് ഇഫ് ഐ വർ യു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള മോഡൽ വേർബ് മേ ആൻഡ് മൈറ്റ് പ്ലസ് ബി പ്ലസ് ING ഫോം ഓഫ് എ വേർബ്. ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞതാണ് കുഡ് ബി പ്ലസ് വേർബിൻ്റെ ING ഫോം. അതെവിടെയാണ്? പോസിബിലിറ്റി, സാധ്യത. പക്ഷേ അത് ഒരു ന്യൂട്രൽ പോസിബിലിറ്റിയാണ്. നമ്മൾ എത്ര ചാൻസ് ഉണ്ട് അതിന്, ഒരു ലെവൽ ഓഫ് ചാൻസ് ഒന്നും നമ്മൾ പറയുന്നില്ല, ഒരു ന്യൂട്രൽ പോസിബിലിറ്റി. പക്ഷേ ഇവിടെ മേ ബി പ്ലസ് ING ഫോം ഉപയോഗിക്കുമ്പോഴും മൈറ്റ് ബി പ്ലസ് ING ഫോം ഉപയോഗിക്കുമ്പോഴും നമ്മൾ പോസിബിലിറ്റിക്ക് തന്നെയാണത് പറയുന്നത്. പക്ഷേ അവിടെ കുറച്ച് ചാൻസസ് ഉണ്ട്. നമ്മുടെ മനസ്സിൽ കുറച്ച് ചാൻസ് ഉണ്ട്, ഒരു ലെവൽ ഓഫ് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇറ്റ് എക്സ്പ്രസ്സസ് ആൻ ആക്ഷൻ ഓർ കണ്ടീഷൻ ദ സ്പീക്കർ ഫീൽസ് ഇസ് പോസിബിൾ. അത് പോസിബിളാണ് എന്ന് തിങ്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ പോസിബിലിറ്റിക്ക് നമുക്കൊരു ലെവൽ ഉണ്ടാവില്ലേ? അത് ശരിയാണ് എന്നുള്ളത്, നമ്മുടെ ഗസ് വർക്ക് കറക്റ്റാണ് എന്നുള്ളത് ഉണ്ടാവില്ലേ? അത് മൈ ഫ്രണ്ട് സെഡ് ടു മീറ്റ് അറ്റ് ദ കഫേ ബട്ട് ഷീ ഈസ്ൻറ്റ് ഹിയർ, ഷീ മൈറ്റ് ബി വെയിറ്റിംഗ് ഇൻസൈഡ്. എൻ്റെ ഫ്രണ്ട് എന്നോട് ഈ കഫേയിൽ വരാമെന്നാണ് പറഞ്ഞത്, പക്ഷേ അവൻ ഇവിടെ ഒന്നും കാണുന്നില്ല. ഇപ്പോൾ അങ്ങനെ ഉണ്ടാവില്ലേ? നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അവിടെ ആളെ കാണുന്നില്ല. ചിലപ്പോൾ ഉള്ളിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. She might be waiting inside. My friend said to meet at this cafe, but she isn't here. She might be waiting inside. അവൾ ഉള്ളിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ അവൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് ഷീ മൈറ്റ് ബി വെയിറ്റിംഗ് ING ഫോം. പിന്നെ ഈ മൈറ്റ് ബി ഉപയോഗിക്കുമ്പോഴും മേ ബി ഉപയോഗിക്കുമ്പോഴും സെയിം മീനിങ് തന്നെയാണ്. പക്ഷേ ആ ഒരു ലെവൽ ഓഫ് ചാൻസ് കുറച്ച് കൂടുതലും കുറവും ഉണ്ട്. മേ ബി ആണ് അവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ ചാൻസസ് കൊടുക്കുന്നുണ്ട് അവിടെ തന്നെ ഉണ്ടാകുമെന്നതിന്. പക്ഷേ മൈറ്റ് ബി ആവുമ്പോൾ കുറച്ച് ചാൻസേ ഉള്ളൂ, കുറച്ചുകൂടി ലോവർ പോസിബിലിറ്റിയാണ്, ലോവർ ലെവൽ ഓഫ് പോസിബിലിറ്റിയാണ്. പലപ്പോഴും നമുക്ക് ഇത്തരം പോസിബിലിറ്റിയെ പറ്റി പറയുമ്പോൾ നമ്മുടെ വോയിസും അതുപോലെ നമ്മുടെ ആ പറയുന്ന ടോണുമൊക്കെ ഒന്ന് വേരി ചെയ്തിട്ട് നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അവനവിടെ ഉണ്ടാകും, അവനവിടെ ഉണ്ടാകും, അവനവിടെ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ പല ഡിഫറെൻറ്റ് വേയിൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, നമ്മുടെ വോയിസോ നമ്മുടെ ആ ഒരു ടോണൊക്കെ മാറ്റിയിട്ട്. അതുപോലെ തന്നെയാണ് ഈ മൈറ്റ് ആൻഡ് മേ ഉപയോഗിക്കുമ്പോഴും. മൈറ്റ് ബി വെയിറ്റിംഗ് അല്ലെങ്കിൽ മേ ബി വെയിറ്റിംഗ് എന്ന് പറയുമ്പോൾ രണ്ടും കറക്റ്റ് തന്നെയാണ്. പക്ഷേ ആ ഒരു ലെവൽ ഓഫ് പോസിബിലിറ്റിക്ക് കുറച്ചൊരു ചേഞ്ച് ഉണ്ട് എന്ന് മാത്രം. അത് നമ്മൾ എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് നമുക്ക് പറയാം. അത് മാറിപ്പോയി എന്ന് വിചാരിച്ച് ഒരു പ്രശ്നവും ഇല്ല, രണ്ടും കറക്റ്റ് തന്നെയാണ്. പിന്നെ മേ ബി ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി ഫോർമൽ വേയിലും ആണ്. ഐ ഹാവൻ ഹേർഡ് ഫ്രം മൈ ഫ്രണ്ട് റീസെൻ്റ്ലി, ഷീ മൈറ്റ് ബി ഡീലിംഗ് വിത്ത് എ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അറ്റ് വർക്ക്. ഷീ മൈറ്റ് ബി ഡീലിംഗ് വിത്ത് എ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അറ്റ് വർക്ക്. നോക്കൂ, എൻ്റെ ഫ്രണ്ടിനെ പറ്റി കുറച്ച് നാളായിട്ട് കേൾക്കുന്നേ ഇല്ല, കുറേ നാളായിട്ട് ന്യൂസൊന്നും ഇല്ലല്ലോ അവനെപ്പറ്റി. എന്താവും?
ഷീ മൈറ്റ് ബി ഡീലിംഗ് വിത്ത് എ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അറ്റ് വർക്ക്. അവളുടെ വർക്കിൽ ചിലപ്പോൾ വല്ല സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെൻഷൻ പിടിച്ച ഒരു സമയത്ത് കൂടി ആയിരിക്കാം അവൾ കടന്നു പോകുന്നത്. അവൾ ഈ സമയത്ത് ചിലപ്പോൾ വർക്കിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവാം. അത് നമ്മൾ ഒരു പോസിബിലിറ്റി പറയുകയാണ്. ഷീ മൈറ്റ് ബി ഡീലിംഗ് വിത്ത്. ഡീൽ ചെയ്യുക മീൻസ് ഹാൻഡിൽ ചെയ്യുക. ഷീ മൈറ്റ് ബി ഡീലിംഗ്. അവിടെ നമുക്ക് മേ ബി വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ എത്ര ചാൻസ് അതിന് കൊടുക്കുന്നു എന്നതനുസരിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ കുഡ് ബി പ്ലസ് ING ഫോം ഓഫ് എ വേർബ് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു ലെവൽ ഓഫ് പോസിബിലിറ്റി കൂടുതലാണ് മേ ബി അല്ലെങ്കിൽ മൈറ്റ് ബി ഒക്കെ ഉപയോഗിക്കുമ്പോൾ. മൈ റൂംമേറ്റ് ഈസ് നോട്ട് ഗോയിങ് ഔട്ട് മച്ച്. ഹി മേ ബി ട്രൈങ് ടു സേവ് മണി. എൻ്റെ റൂംമേറ്റ് അധികമൊന്നും പുറത്തു പോയിട്ട് കാണുന്നില്ല. അതൊരു നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളൊരു ഗസ്, ചിലപ്പോൾ അവൻ പൈസ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഹീ മൈറ്റ് ബി, ഹീ മേ ബി ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഹീ മേ ബി ട്രൈങ് ടു സേവ് മണി. ഇവിടെ മേക്കിംഗ് എ ഗസ് ആണ്. നമുക്കത് ശരിയാവണമെന്നില്ല, അതൊരു പോസിബിലിറ്റി. പക്ഷേ നമ്മളൊരു ലെവൽ ഓഫ് പോസിബിലിറ്റി ഉണ്ട്, അതിന് ലെവൽ ഓഫ് ചാൻസ് ഉണ്ട് അതിന്. ഇനി ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഷുഡ് ബി പ്ലസ് ING ഫോം ഓഫ് വെർബ്. ഇറ്റ് എക്സ്പ്രസ്സസ് ആൻ ആക്ഷൻ ഓർ കണ്ടീഷൻ ദ സ്പീക്കർ എക്സ്പെക്ട്സ് ടു ബി ട്രൂ. ഇത് ഒരു അഡ്വൈസ് ചെയ്യുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. കുഡ് ബി പ്ലസ് ING ഫോം ഓഫ് വെർബ്. ഇറ്റ് എക്സ്പ്രസ്സസ് ആൻ ആക്ഷൻ ഓർ കണ്ടീഷൻ ദ സ്പീക്കർ ഫീൽസ് ഈസ് പോസിബിൾ. ഇവിടെ വളരെ കുറഞ്ഞ പോസിബിലിറ്റിയാണ് ഉള്ളത്, അല്ലെങ്കിൽ ന്യൂട്രൽ പോസിബിലിറ്റി എന്ന് പറയാം. വുഡ് ബി പ്ലസ് ING ഫോം ഓഫ് വെർബ്. ഇറ്റ് എക്സ്പ്രസ്സസ് ആൻ ആക്ഷൻ ഓർ കണ്ടീഷൻ പ്ലാൻഡ് ഫോർ അൺറിയൽ സിറ്റുവേഷൻസ് ഇമാജിൻ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത്. മേ ഓർ മൈറ്റ് പ്ലസ് ബി പ്ലസ് ING ഫോം ഓഫ് വെർബ്. ഇവിടെ ഒരു ലെവൽ ഓഫ് പോസിബിലിറ്റി ഉണ്ട്. മൈറ്റിനേക്കാളും കൂടിയ പോസിബിലിറ്റിയാണ് മേ ഉപയോഗിക്കുമ്പോൾ. മേ കുറച്ചുകൂടി ഫോർമൽ വേയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലെസൺ മോഡൽ വേർബ്സ് പ്ലസ് ബി പ്ലസ് വേർബിൻ്റെ ING ഫോം എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ?